പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ട്. ആ വീഡിയോ കണ്ട് ലാസ്റ്റ് എത്തിക്കഴിയുന്നുണ്ട്. ആ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും 2-3 വീഡിയോ ഒക്കെ ഇങ്ങനെ ഷോ ചെയ്യുന്നതായിട്ട്. അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ വീണ്ടും പ്ലേ ആവുകയും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പൊ അതേമാതിരിയുള്ള സെറ്റിങ്ങുകൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്തില്ലേ, പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഈ സെറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പൊ ആ സെറ്റിംഗ് എവിടെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതുവഴി നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡിലോട്ട് പോകാം. ഇങ്ങനെ നമ്മൾ ചാനലിന്റെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കണ്ടന്റ്, നിങ്ങൾക്ക് ചാനലുകാർക്ക് എല്ലാം അറിയാവുന്നതാണ് ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് കണ്ടന്റ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് കണ്ടന്റ് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ കണ്ടന്റ് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോക്കാണല്ലോ നമ്മൾ ഇതുകൊണ്ടൊക്കെ എൻഡ് സ്ക്രീൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എൻഡ് സ്ക്രീനിൽ അപ്പം വീഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അപ്പൊ ആ ഒരു വീഡിയോയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്വല്പം റൈറ്റിലോട്ടൊന്ന് മാറ്റി കഴിയുന്നുണ്ടെ നമുക്ക് ഇവിടെയായിട്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എൻഡ് സ്ക്രീൻ, ഓക്കെ. അപ്പൊ ഇവിടെയായിട്ടാണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെ ഇപ്പൊ ഇവിടെയായിട്ട് കാണുന്ന വീഡിയോയുടെ മുകളിലായിട്ട് ഒരു വേറെ വീഡിയോ ഒന്നും ഷോ ചെയ്യുന്നില്ല. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ തൊട്ട് ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിയുന്നുണ്ട്. എൻ്റെ ഇവിടെയായിട്ട് പല ഇതില് നമുക്ക് ഒരു വീഡിയോയും ഒരു നിങ്ങളുടെ ചാനലിന്റെ ലോഗോയും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഇതുകൊണ്ടൊക്കെ ഒരു വീഡിയോ, ഒരു ലോഗോ, പിന്നെ വേറെ ഒരു 3 വീഡിയോ, പിന്നെ ഈ താഴെയായിട്ട് 2 വീഡിയോ, നമുക്ക് 4 വീഡിയോ വേണേലും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഈ പല രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോകൾ സെലക്ട് ചെയ്യാം. ഞാനപ്പോൾ എനിക്ക് ഒരു 3 വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 3 വീഡിയോ ഷോ ചെയ്തിട്ടുള്ള ഇത് ഇവിടെ ആയിട്ട് ഞാൻ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഈ 3 വീഡിയോയുടെ ഇത് കാണിച്ചിരിക്കുന്ന ഇതിൽ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ തൊട്ട് റൈറ്റിലോട്ട് നമ്മൾ മാറ്റിയാലേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി ഇതിലൊരു 3 വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ 3 നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് 3 അഥവാ ഇത് 3 വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ മുകളിലായിട്ട് കാണുന്ന ഈ സേവ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് സേവ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് 3 നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഞാനിപ്പോ ഇത് 3 അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളപ്പം ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ശകലം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റിന്റെ ഒരു ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ ഇതിലും നമ്മൾ ഓരോ വീഡിയോയുടെ നമ്മുടെ ഓരോ വീഡിയോയും നമുക്ക് ടച്ച് ചെയ്തതിന് ശേഷമാണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിൽ ടച്ച് ചെയ്യുക, അതിനുശേഷം മറ്റേ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ 3 നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒരെണ്ണത്തെ ടച്ച് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. ഞാൻ അടുത്തും ടച്ച് ചെയ്തു, അതും ഡിലീറ്റ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ടച്ച് ചെയ്യണം. അപ്പൊ അതിൽ ഞാൻ ടച്ച് ചെയ്തിട്ട് അതും ഡിലീറ്റ് ചെയ്തു. അപ്പം 3 വീഡിയോ ഇവിടെ ഷോ ചെയ്തിരുന്ന 3 വീഡിയോയും നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വീഡിയോ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് ഈ താഴെയായിട്ട് പ്ലസിന്റെ ഒരു ഐക്കോൺ കാണാൻ സാധിക്കും, പ്ലസിന്റെ. അപ്പൊ ആ പ്ലസിന്റെ ഐക്കോണിലോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഇതിലിങ്ങനെ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെ ഇവിടെ ഇങ്ങനെ 3-4 ഓപ്ഷൻ കാണാം. അതിൽ ഏറ്റവും മുകളിലുള്ള വീഡിയോ എന്നുള്ളതിലാണ് നമുക്ക് ടച്ച് ചെയ്യേണ്ടത്. ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഈ കാണുന്ന ഇത്രയും ഓപ്ഷനിൽ നമുക്ക് വീഡിയോയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാക്കിയുള്ളത് ഒന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് വീഡിയോ എന്നുള്ളതിൽ ടച്ച് ചെയ്യുകയാണ്. ഞാൻ ടച്ച് ചെയ്തതിന് ശേഷം ഈ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഈ ഇവിടെ ആയിട്ട് കാണുന്ന ഈ ഓപ്ഷനിലാണ് നമുക്ക് ഇനി അടുത്തായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലേ നമുക്കത് വീഡിയോയിലോട്ട് നമ്മുടെ വീഡിയോ ഷോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. നമ്മളിങ്ങനെ അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നത് നമുക്കിങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷോ ചെയ്യും. അപ്പൊ ആ വീഡിയോ ഇങ്ങനെ ഷോ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള വീഡിയോ, ഇപ്പൊ ഈ ഷോ ചെയ്തിരിക്കുന്ന ഇതിൽ ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാനൊരു 3 വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് നമുക്ക് ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഇതിനകത്ത് വീഡിയോകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മുകളിൽ ഇതിൽ സെർച്ച് ചെയ്യാനും സാധിക്കും.
അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ കാണിച്ചിരിക്കുന്ന ഒരു വീഡിയോ, ഈ ട്രിക്കുകൾ എന്നുള്ള ഈ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. അതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വേറെ വീഡിയോ ഇവിടെ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ ഈ ട്രിക്കുകൾ എന്നുള്ള ഈ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ ഇതങ്ങ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീണ്ടും നമുക്ക് ആ പ്ലസിന്റെ ഐക്കോണിൽ തന്നെ ടച്ച് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് ഒരെണ്ണം സെലക്ട് ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് വീണ്ടും ആ പ്ലസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എന്നുള്ളത് അതിൽ ടച്ച് ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് ചൂസ് ചെയ്യേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനായിട്ടുള്ള സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോ കാണിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് വീഡിയോ എഡിറ്റിംഗിന്റെ ഒരു വീഡിയോ, ഇത് ആളുകൾക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. ഇനി അതിനുശേഷം അടുത്തത് നമുക്ക് ഇതുകൊണ്ടൊക്കെ മൂന്നാമത്തെ വീഡിയോയും അതും ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ പ്ലസിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തു, വീഡിയോയിൽ ടച്ച് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇതേ ഇതിൽ വന്നിട്ടുണ്ട്, വീഡിയോ ഇപ്പൊ ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണുന്ന വീഡിയോ ഒന്നുമല്ല വേണ്ടത്. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അതപ്പം 2024 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ 2024 ഇവിടോട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ആ വീഡിയോ കാണിച്ചു. അത് ഞാൻ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 വീഡിയോ, ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ടച്ച് ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ടച്ച് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ വീഡിയോ ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ സെലക്ട് ചെയ്ത 3 വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾക്ക് എവിടെ സെലക്ട് ചെയ്ത് വെക്കണോ അവിടെ ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ 3 വീഡിയോ ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടുന്ന സ്ഥലത്തേക്ക് ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് സെലക്ട് ചെയ്യാം, എങ്ങോട്ട് വേണേലും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ശേഷമാണ് ഈ മുകളിലായിട്ട് സേവ് എന്ന് കാണുന്നുള്ളൂ, സേവ്. അപ്പൊ അവിടെയായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തത് അതങ്ങ് സേവ് ആവും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ അത് ആ വീഡിയോയുടെ എൻഡ് വരുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മൾ ഈ സെലക്ട് ചെയ്ത വീഡിയോ ആ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഇങ്ങനെ ഷോ ചെയ്യും. അപ്പൊ അത് ആ ആളുകളൊക്കെ ഇങ്ങനെ അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ആവും. അപ്പൊ അവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മുടെ ഈ വീഡിയോയെക്കാട്ടി മെച്ചം ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വീഡിയോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീഡിയോകളൊക്കെ ഒരുപാട് കാണും. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ എൻഡിലായിട്ട് എൻഡ് സ്ക്രീൻ എന്നുള്ള ഇത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ലാസ്റ്റിൽ ഇങ്ങനെ വീഡിയോ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോജനങ്ങൾ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.